കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഉപ്പുപാത്രം വീണുടഞ്ഞാൽ ദുശകുനമാണോ? നമ്മുടെ പണ്ട് പഴമക്കാരൊക്കെ പറയാറുണ്ട്, പണ്ടൊക്കെ ഭരണിയിലാണല്ലോ ഉപ്പിട്ട് വയ്ക്കാം, പൊട്ടുന്ന ഭരണിയാണല്ലോ. പൊട്ടുന്ന ഭരണിയിൽ ഇപ്പൊക്കെ നമ്മള് ഒക്കെ മാറി, ഭരണിയൊക്കെ മാറി. ഇപ്പൊ ആധുനിക ജീവിതത്തിൽ ഭരണിയൊന്നുമില്ല, ചിലപ്പോ പ്ലാസ്റ്റിക് ഡബ്ബയിലൊക്കെ ആയിരിക്കും ഇട്ട് വയ്ക്കാം. ആധുനിക ജീവിതത്തിൽ ഇപ്പൊ ഒന്നിനും നോക്കാൻ നേരമില്ല. എങ്കിലും എല്ലാം വിശ്വസിച്ചില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ പണ്ട് പഴമക്കാര് പറഞ്ഞിരിക്കുന്നത്, പഴമക്കാര് നമ്മുടെ മുൻ തലമുറ പറഞ്ഞിരിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവാറുണ്ട്. ശരിക്കും പറഞ്ഞാല് പണ്ട് കല്ലുപ്പാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഭരണിയിൽ ഇട്ട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ അത് എടുക്കുന്ന സമയത്ത് ഉപ്പുപാത്രം വീണുടഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും പറയും, അയ്യോ ഉപ്പുപാത്രം വീണുടഞ്ഞു, എന്തോ കഷ്ടകാലം വരാൻ പോകുന്നു എന്ന് പറയും. അത് പുരാതനമായിട്ട് പറഞ്ഞിരുന്നു. കാരണം തലമുറയോട്, മക്കളോട് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇവരിത് സൂക്ഷിച്ചുപയോഗിക്കുകയുള്ളൂ. ഒരു ഉപ്പുഭരണി എടുത്തു കഴിയുമ്പോൾ കൈ പിടിച്ച് സൂക്ഷിച്ചത് ചെയ്യുന്നതിന് പകരം അത് താഴെ വീണുപോയാൽ പൊട്ടിപ്പോയാൽ ദോഷമാണ് എന്ന് പറയുമ്പോൾ അത് സൂക്ഷിച്ചത് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് നേരത്തെ പഴമക്കാര് ഇതിനെ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ ഉപ്പുപാത്രം വീണുടഞ്ഞാൽ അത് മോശമാണ്, ശകുനക്കേടാണ്, ദുശകുനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ എന്ന് വിചാരിച്ച് കൈ കൊണ്ടൊരു ആപത്ത് വന്നു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സഹിച്ചല്ലേ പറ്റൂ. ഉപ്പുപാത്രം എടുക്കുമ്പോൾ അത് ഭരണി താഴെ വീണ് പൊട്ടിയെന്ന് വെച്ചാൽ സഹിച്ചല്ലേ പറ്റൂ. ഭൂമിയുടെ ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്ന ഉപ്പ് ചേരാത്തതൊന്നും മനുഷ്യന് പഥ്യമല്ല. ഉപ്പില്ലാത്തതൊന്നും നമ്മൾ കഴിക്കാറില്ല. ഉപ്പില്ലാത്തത് കഴിക്കണമെങ്കിൽ മഞ്ഞപ്പിത്തം വരണം. അപ്പോൾ ഉപ്പില്ലാത്തതൊന്നും ഭൂമിയുടെ ഈ വിശേഷപ്പെട്ട ഒരവസ്ഥയ്ക്ക്, ഭൂമിയുടെ ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഉപ്പ്. ഉപ്പാണ് ഭൂമിയുടെ ആത്മാവ്. അപ്പൊ ഉപ്പ് ചേരാത്തതൊന്നും മനുഷ്യന് കഴിക്കാനും പറ്റില്ല, നമ്മളിട്ട് കഴിക്കാറുമില്ല. അപ്പോൾ ഭക്ഷണത്തിന് രുചി കൂടാൻ ഉപ്പ് കൂടിയേ തീരൂ. അതാണ് സത്യവും, അത് തന്നെയാണ് ശാസ്ത്രവും. അതാണ് ഉപ്പ് നമ്മുടെ ജീവിതത്തെ രുചികരമാക്കുന്നു എന്ന് സാരം. ഉപ്പാണ് നമ്മുടെ ജീവിതം. എത്ര കറി വെച്ചാലും ഒരു കറിയിൽ ഇത്തിരി ഉപ്പ് കുറഞ്ഞാൽ അയ്യോ എന്ത് നല്ല കറിയാ, പക്ഷെ ഉപ്പ് ഇത്തിരി കുറഞ്ഞപ്പോൾ സംഗതി പോയി. അപ്പൊ നമ്മൾ ഇത്തിരി ഉപ്പ് കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊരു രുചിയായിരിക്കും കറിക്ക്, ഇല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിനും ജീവിതത്തിന്റെ സാരത്തിനും ഉപ്പ് കൂടിയേ തീരും. ഈ പ്രകൃതി മനുഷ്യനെ കനിഞ്ഞരുളിയിട്ടുള്ള രണ്ട് വസ്തുക്കളാണ്, പ്രഥമപ്പെട്ട രണ്ട് വസ്തുക്കളാണ് വെള്ളവും വായും. അതുപോലെ തന്നെയാണ് ഉപ്പും. അപ്പോൾ ഇത് രണ്ടും അത്യാവശ്യമായിട്ട്, വെള്ളം അധികം കളയരുത്. പഴമക്കാർ പറഞ്ഞു വെള്ളം അധികം തുറന്ന് കളയരുത്. ഇപ്പൊ പറയുന്നുണ്ടല്ലോ, വെള്ളം അധികം പോയി കഴിഞ്ഞാൽ ധനം ചോർന്നു പോകും. വെള്ളത്തിന്റെ പൈപ്പ് ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ ധനം പോകുന്ന പോലെയാണ്. കാരണം വെള്ളം എന്ന് പറഞ്ഞാൽ കറണ്ട് കൊടുത്ത് മോട്ടർ അടിച്ച് ഉണ്ടാക്കുന്ന വെള്ളമോ അല്ലെങ്കിൽ പൈപ്പിൽ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന വെള്ളമോ ആയിരിക്കാം. PWDയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കുന്ന വെള്ളത്തിന് കാശ് കൊടുക്കണം. പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ചോർന്ന് പലതുള്ളി പെരുവെള്ളം എന്നാണ്, പലതുള്ളി ഇങ്ങനെ ചേർന്ന് ടാങ്കിലെ വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞാൽ PWDക്കാർ ഇത്രയും നീളത്തിൽ ബില്ല് കൊണ്ടുവരുമ്പോൾ എന്താ, വെള്ളം പോയിട്ടാണ് ബില്ല് കൊടുക്കേണ്ടത്. അപ്പൊ എന്താണ്, ജലം പോയാൽ പണം പോകുന്നുള്ള സത്യമല്ലേ? അപ്പൊ ജലം പോവാണ്ട് നോക്കാം. അതുപോലെ തന്നെയാണ് ഉപ്പും. ഉപ്പിന് വില കുറവാണ്, അതുകൊണ്ട് ഇത്തിരി ഉപ്പ് പോയാലും കുഴപ്പമില്ല എന്നല്ല ധരിക്കേണ്ടത്. നമ്മള് ഇതിലേതോ ശാസ്ത്രീയമായ വശം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഉപ്പും വെള്ളവും ഉപയോഗപ്പെടുത്തുന്ന രീതി, അത് നഷ്ടപ്പെടുത്തുന്ന രീതി ശരിയല്ല. അത് ഉപയോഗിക്കരുതെന്ന്, അങ്ങനെ ചെയ്യരുതെന്ന് ആചാര്യന്മാര് നിർദ്ദേശിക്കുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്. ഇത്രയും പവിത്രവും ജീവിതോദ്ധാരണത്തിന് ആവശ്യമായ ഉപ്പ്. കാരണം ഉപ്പില്ലാതെ ഒരു കറി കഴിച്ചാൽ അന്നത്തെ ദിവസം പിന്നെ നമുക്ക് ഉപ്പില്ലാണ്ട് ആരും കഴിക്കില്ല, ആർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും ജീവിതോദ്ധാരണത്തിന് അത്യാവശ്യമായ സാധനമാണ് ഉപ്പ്. വില കുറഞ്ഞിരുന്നാലും ഉപ്പ് കിട്ടാതെ വന്നാലൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അത് സംഭരിച്ചു വച്ചിരിക്കുന്ന പാത്രം തറയിൽ വീണുടഞ്ഞാൽ അത് ജീവന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നാണ് പറയും. ഇപ്പൊ പറയാറുണ്ടല്ലോ, തൈറോയിഡ് ഇല്ലാതിരിക്കാൻ ഈ തൈറോയിഡ് ചെയ്യുന്ന ഉപ്പ് കഴിക്കണം എന്ന് പറയും. സോൾട്ട് അത് പല തരത്തിലുണ്ട്, അത് കഴിക്കണം എന്ന് പറയും. എങ്കിലും കല്ലുപ്പ് എന്ന് പറയുന്നതിന് വളരെ വിശേഷണമുണ്ട്. നമ്മളിപ്പോൾ പറയുന്നുണ്ട്, നമ്മളുടെ പല കാര്യങ്ങൾക്ക് ഒരു മനുഷ്യന് ക്ഷീണവും തളർച്ചയും തോന്നിയാൽ പോലും കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ടിട്ട് കുളിച്ചു കഴിഞ്ഞാൽ, ആ ഇച്ചിരി വെള്ളം ചൂടാക്കി കല്ലുപ്പിട്ട് കുളിച്ചു കഴിഞ്ഞാൽ അവനൊരു പുനർജീവൻ വന്ന പോലെ തോന്നും. അയാൾക്ക് വളരെയേറെ നെഗറ്റിവിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലോ ആ നെഗറ്റിവിറ്റി പോകാനായിട്ട് നമ്മൾ കുളിക്കുന്ന ജലത്തിൽ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് ആ ജലത്തിൽ കലക്കിയിട്ട് നല്ലതുപോലെ തലയിലൂടെ ഒഴിച്ചൊന്ന് കുളിക്കാം. നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ മറ്റേ കടൽ വെള്ളത്തിലൊക്കെ പോയിട്ട് നമ്മൾ വല്ലാതെ മനസ്സ് അസ്വസ്ഥമാകുന്നു, ശാരീരികമായിട്ട് നമുക്കൊരു ക്ഷീണവും ഉയർച്ചയില്ല, ഉന്മേഷവും ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മളൊരു കടൽക്കരയിൽ പോയിരുന്നിട്ട് കുറച്ച് സമയം കടൽക്കാറ്റ് ഇങ്ങനെ ഏൽക്കുക. ആ കടൽക്കാറ്റ് ഏൽക്കുന്ന സമയത്ത് എന്താണ്, കുറച്ച് സമയം നമ്മൾ ഏറ്റ് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഉണർവ് വരും. ഉറക്കം വരാത്ത ആളുകളൊക്കെ സന്ധ്യ സമയത്ത് കടൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കടലിന്റെ തീരത്ത് വിട്ട്, കടലിൽ ചാടാനല്ല, കടലിൽ പോയിരുന്നിട്ട് കടലിൽ ഇങ്ങനെ ഇരിക്കുക, കുറച്ചു നേരം ഇരുന്ന് ആ കടൽക്കാറ്റ്, ശക്തമായ തിരമാലകൾ അടിക്കുമ്പോൾ കടൽക്കാറ്റ് ഇങ്ങനെ ഏറ്റേറ്റ് നമുക്കൊരു പൂർവ്വ
ഒരു ഉണർവുണ്ടാവും, ഒരു ഭയങ്കരമായ ഒരു ഉണർവുണ്ടാവും. ആ ഉണർവുണ്ടാവുന്ന സമയത്ത് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക, വീട്ടിൽ പോയി കിടന്നുറങ്ങുക, ഒന്ന് നല്ലോണം കുളിച്ചിട്ട് പോയി കിടന്നുറങ്ങുക, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. കാരണം ആ കാറ്റ്, കടലിലെ കാറ്റിന് ഉപ്പുണ്ട്, ഉപ്പിന്റെ ലാഞ്ചനയുണ്ട്, അത് നമ്മളിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് എന്താണ്, സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് ഒരു ഊർജ്ജം കടന്നു വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് പണ്ട് പഴമക്കാരൊക്കെ പറയും, മേലുവേദനയും ക്ഷീണവും തളർച്ചയൊക്കെ തോന്നുമ്പോൾ പറയും കുറച്ച് കുളിക്കണ വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ട് കുളിക്കുന്നു പറയും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കടലിൽ പോയിട്ട് ഇടയ്ക്കൊന്ന് മുങ്ങി കുളിക്കുക, അല്ലെങ്കിൽ കടലിൽ പോയിട്ട് ഇത്തിരി വെള്ളം എടുത്ത് കൈകാൽ കഴുകുക, അല്ലെങ്കിൽ കടൽക്കാറ്റ് ഏൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ പ്രാധാന്യമായ ഉപ്പ് അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതി വളരെ നല്ലതായിരിക്കണം, സൂക്ഷിച്ചായിരിക്കണം. ഉപ്പിന് വില കുറവല്ലേ, പോയാലും കുഴപ്പമില്ല എന്നല്ല അതിരിക്കേണ്ടത്. സംഭരിച്ചു വെച്ചിരിക്കുന്ന പാത്രം തറയിൽ വീണുടഞ്ഞാൽ ഇതുപോലെയുള്ള ദോഷമുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ജീവന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പഴമക്കാരങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതും ശാസ്ത്രീയമായ വശവും അതുതന്നെയാണ്.